ക്രിസ്തു, ബുദ്ധൻ, ശ്രീനാരായണ ഗുരു. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നല്ല അവർ പറയുന്നത്, എംബ്രേസിങ് ദി അൺഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതാണ് പരിണാമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം. ശക്തിയുള്ളവൻ ഭരിക്കും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മറച്ചു വെക്കുന്നതാണ് സംസ്കാരം. അതായത് 99 ആടുകളിൽ നിന്നും ആ മുറിവേറ്റ ഒരാടിനടുത്ത് പോയി അതിനെ ശുശ്രൂഷിക്കുന്ന ക്രിസ്തു, അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന മൂല്യം പറയുന്ന ബുദ്ധൻ, അല്ലെങ്കിൽ മതം ഏതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരിടം വേണമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇവരൊക്കെ വ്യത്യസ്തരാകുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നല്ല അവർ പറയുന്നത്, എംബ്രേസിങ് ദി അൺഫിറ്റ് എന്നുള്ളതാണ്. അതായത് അൺഫിറ്റായിട്ടുള്ള മനുഷ്യനെ, ദുർബലനായിട്ടുള്ള മനുഷ്യനെ, അംഗവൈകല്യം വന്നിട്ടുള്ള മനുഷ്യനെ, വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ, പെൺകുട്ടികളെ, മൂന്നാം ജെൻഡർ എന്ന് നമ്മൾ കളിയാക്കി പലപ്പോഴും വിളിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ, ദുർബലരായിട്ടുള്ള മനുഷ്യരെ, സാമ്പത്തികമായിട്ട് ദുർബലരായിട്ടവർ, നിറത്തിൻ്റെ ഭാഗമായിട്ട് ദുർബലരായിട്ട് കണക്കാക്കപ്പെടുന്നവർ, ഇവരെയൊക്കെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഈ പരിണാമത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള സാധനമാണ്. അതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നിന്നുള്ള ഏത് പിന്നടത്തവും മാനവികതയെ പിന്നോട്ട് നയിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ജെൻഡറിൻ്റെയോ ഒരു നിറത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വർഗീകരിച്ചുകൊണ്ട് അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു ട്രൈബലിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു പടപൊരുതൽ കൂടിയാണ് എനിക്ക് എഴുത്ത്. അപ്പം ഞാനെപ്പോഴും പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ഉള്ളിൽ ഈ പിന്നടത്തം വരുന്നത്, എങ്ങനെയാണ് ഈ പ്രതിലോമ ചിന്തകൾ വരുന്നത്, എങ്ങനെയാണ് ഹിംസ വരുന്നത് എന്നുള്ളതാണ്.